ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ ലിജിൻ, മുൻ ജില്ലാ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന ലീഡറുമായിട്ടുള്ള ശ്രീ ഹരി, അതുപോലെ തന്നെ മുതിർന്ന ലീഡർ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകന്മാരെ, എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 7-ാം തീയതി നമ്മുടെ മറ്റൊരു സമരം വരുന്നുണ്ട്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട സമരത്തിന് ആ സമരസമിതിയുടെ കൺവീനറായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു പോലീസിനെയും പേടിച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസ് അധികാരികളുടെ കാക്കിയെ ഹൃദയത്തിൽ വെച്ചവരാണ് ഞങ്ങൾ. എന്നാൽ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, വീണ ജോർജിനെ പോലെ മേലനങ്ങാതെ നടക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾ തീരുമാനിച്ചാൽ ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാരിയും നല്ല മുണ്ടുമൊക്കെ ഉടുത്തിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. എന്നാൽ ഞങ്ങൾ ചെളിയിലിരിക്കേണ്ടി വന്നാൽ അവിടെ ഇരിക്കും. ഞങ്ങളുടെ ജീവിതം തന്നെ ഈ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതെങ്കിൽ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയും വേണ്ട, ഞങ്ങൾക്കൊരു മന്ത്രിയും വേണ്ട. സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വീണ ജോർജിനെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷോഭരിപ്പിക്കാനുള്ള തന്റേടം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്നറിയിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. 2 ആഴ്ചക്കാലമേ ആയിട്ടുള്ളൂ ഈ സമരം നടത്താനുള്ള അധികാരം കിട്ടിയിട്ട്. ബിസിലടിച്ചിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. കോട്ടയത്ത് 7-ാം തീയതി വീണ്ടും നമ്മൾ സമരം നടത്തും. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സമരത്തിന് അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ചികിത്സ നടത്താൻ അമേരിക്ക വേണം. എന്റെയും നിങ്ങളുടെയും നികുതി പണം എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോ കമലേടത്തിയുടെ പാന്റിന്റെ പോക്കറ്റിൽ 2 ഐഫോണും വെച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോ പാവപ്പെട്ട സഹോദരി കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയെ നഷ്ടപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരൻ ആൺകുട്ടി കരയുന്നത് ഇന്ന് വീടിന്റെ ഉള്ളിൽ ചെന്ന് ഞങ്ങൾ എല്ലാവരും കണ്ടു. നെഞ്ചു പൊട്ടി അവൻ കരയുകയാണ്. അവന്റെ സഹോദരി, അവൾക്ക് മിണ്ടാൻ പോലും പറ്റാതെ രോഗിയായി ആ കിടക്കയിൽ ആ സഹോദരി കിടക്കുകയാണ്. നിങ്ങൾക്കൊക്കെ മനസാക്ഷിയുണ്ടോ? മിസ്റ്റർ വാസവൻ, നിങ്ങളല്ല ഇവിടുത്തെ MLA. ഇതാ ഞങ്ങൾ കടന്നു വരുന്ന വഴിയിൽ UDF സമരം ഞങ്ങൾ കണ്ടു. 2012-ൽ അന്നത്തെ മന്ത്രി ശിവകുമാർ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ കെട്ടിടത്തിന് തകരാറുണ്ടോ എന്ന് ഇവിടുത്തെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് റിപ്പോർട്ട് കൊടുത്തില്ലേ? ആ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ഇന്നാണോ കോട്ടയത്ത് ചാണ്ടിയമ്മൻ പറന്നു വീണത്? ആണോ? ചാണ്ടിയമ്മന്റെ പണി എന്താണ്? കോട്ടയം മെഡിക്കൽ കോളേജിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, വാസവന്റെ നേതൃത്വത്തിൽ, വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ തെമ്മാടിത്തരം നടക്കുന്നുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി പിണറായി പറഞ്ഞില്ല തെമ്മാടി രാഷ്ട്രമെന്ന്, തെമ്മാടിത്തരം നടക്കുന്നുണ്ടെങ്കിൽ മുണ്ടം മടക്കി കുത്തി വാടോ ചാണ്ടിയമ്മ വരേണ്ടത് മാസങ്ങൾക്ക് മുൻപായിരുന്നു, വർഷങ്ങൾക്ക് മുൻപായിരുന്നു. എന്താ പറയാതിരുന്നത്? ഇപ്പൊ നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട്, ഇതൊന്ന് കാണണം. കേന്ദ്രം നൽകിയത് 1351.79 കോടി രൂപ. ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇത് BJP അല്ല പറയുന്നത്, പ്രമുഖമായിട്ടുള്ള ഒരു പത്രത്തിൽ വന്ന വാർത്തയാണ്. എന്താ പറയുന്നത്? ഇടതു സർക്കാർ കട്ടുഘോഷിച്ച നമ്പർ 1 ആരോഗ്യ കേരളം വീട് വെന്റിലേറ്ററിലായപ്പോ പ്രിയപ്പെട്ടവരെ കോടിക്കണക്കിന് രൂപ വകമാറ്റിയതിന്റെ കണക്കുകൾ പുറത്തു വന്നപ്പോ 2022-23-ൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പണത്തിന്റെ 30% ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 70% ലാപ്സാക്കി കളഞ്ഞു. ആരാന്റെ മകൻ അല്ലെങ്കിൽ ആരാന്റെ മകൾ, പാവപ്പെട്ടവൻ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുമ്പോ പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ, ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിനെ ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ആ സഹോദരി മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോ പായും തലയണയും കൊണ്ടുവന്ന് വരാന്തയില് ആ പാ വിരിച്ചിട്ട് അവളുടെ
ഗർഭാവസ്ഥയിൽ ഇത്രയും 10 മാസം നിറവേറുമായി കുഞ്ഞിനെ തന്റെ സമൂഹത്തിന്, കേരളത്തിന്, നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവൾ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോ 70% വരുന്ന ഫണ്ട് കേന്ദ്രത്തിന്റെ ലാപ്സാക്കി കളഞ്ഞു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ. എന്താ കാരണം എന്നറിയുമോ? മേലനങ്ങിയിട്ടില്ല, ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു യോഗത്തിൽ സംസാരിക്കാൻ പോയിട്ടില്ല. മാധ്യമ സുഹൃത്തുക്കൾക്ക് തോന്നും എന്താണ് മാധ്യമങ്ങളുടെ ശീതീകരിച്ച മുറിയിൽ, ആ ശീതീകരിച്ച മുറിയിൽ ഇരുന്നത് കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ചെറുവിരലനക്കരുത് എന്ന് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ ഓച്ചാനിച്ചു നിൽക്കാൻ മാത്രം സാധിക്കുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് വീണ. ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട അമ്മയും കുഞ്ഞും മരിച്ചു. ഉത്തരവാദിത്തം ഏറ്റെടുത്തോ? രാജിവെച്ചോ? എന്നിട്ട് ഇന്നലെ ബോധക്ഷയമുണ്ടായിരിക്കുകയാണ്. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണ് വീണയ്ക്ക്. ഒരമ്മയുടെ ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ രാജിവെക്കുമായിരുന്നു. എന്നിട്ട് പറയും ഇത് നല്ലോണം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു. പറഞ്ഞില്ല. ഇത് അഭിനയമാണ്, ഇത് സിനിമയല്ല, ഇത് ജീവിതമാണ്. ആ ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരുടെയും അമ്മയെ കേരളത്തിന് മുന്നിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞതിന്റെ ഒന്നാമത്തെ പ്രതിയാണ് മന്ത്രി വീണ. നിങ്ങളാണ് ഒന്നാമത്തെ പ്രതി. എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി സ്വീകരിക്കാത്തത്? വീണയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം. വാസവൻ ഈ നാട്ടുകാരനാണ്. വാസവൻ ഓരോ ദിവസം ചെല്ലുന്തോറും നല്ല സുന്ദരനായി, സുമുഖനായി വെളുത്തു വരികയാണ്. എന്നാൽ പാവപ്പെട്ട മെഡിക്കൽ കോളേജിൽ വരുന്നവര് പിടഞ്ഞു വീണ് മരിക്കുകയാണ്. MRI സ്കാൻ 6 മാസം കഴിയണം കിട്ടാൻ. ഇന്ന് രോഗിയായിട്ടുള്ള ഒരു പേഷ്യന്റിന് 6 മാസം കഴിഞ്ഞിട്ട് ചികിത്സ കിട്ടുക എന്നുള്ള രീതിയിലേക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ MLA ആണ് നിങ്ങളുടെ MLA സർവത്ര താൽക്കാലിക നിയമനങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ MLA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വാസവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് വേറൊന്നുമല്ല, ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു ഫോൺ കോൾ അത് വന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സംസാരിച്ചത്. നോക്കൂ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളെ സംബന്ധിച്ച് ഒരു കണക്ക് മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഗോവിന്ദൻ മാഷ് തത്തോ കളിച്ചിട്ട് കാര്യമില്ല. ഗോവിന്ദൻ മാഷ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. നിങ്ങളുടെ പാർട്ടിയാണ് പാവപ്പെട്ടവന് വേണ്ടി ജയ് വിളിച്ചത്. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു കൃഷ്ണപിള്ള. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവായിരുന്നു AK ഗോപാലൻ. നിങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് ഇന്ന് മരണാസന്നനായിട്ട് നമ്മളെല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെയുള്ള BJP-ക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബഹുമാനമുള്ള സഖാവ് അച്യുതാനന്ദൻ. നിങ്ങൾക്ക് മാത്രം എന്താണ് ഈ നാട്ടിലെ പാവങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് ഇത്ര അലോസരം? നിങ്ങൾ എന്തുകൊണ്ടാണ് കോട്ടയത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ്, സ്വകാര്യ ആശുപത്രികളിലേക്ക് എല്ലാത്തിനും പോകാൻ കഴിവും പ്രാപ്തിയുമുള്ള മനുഷ്യനെ പോലെ ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണയെ കൊണ്ട് ജോലി എടുപ്പിക്കാത്തത്? നിങ്ങൾ ഞങ്ങളുടെ നേതാവ് നദ്ദാജ് തന്ന പൈസയുടെ കണക്ക് അതെനിക്കിവിടെ നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നാല് വർഷം കൊണ്ട് 63,000 കോടി രൂപ 4 വർഷം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ 60,000 കോടി രൂപ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 1,500-ൽ പരം വരുന്ന 1,500 കോടിയിൽ പരം വരുന്ന തുക മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കൊടുത്തു. ആ പണം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ, പ്രിയപ്പെട്ടവരെ, ഇവിടെ 2024-25 സാമ്പത്തിക വർഷം 40% കുറവ് നിങ്ങൾ ആരോഗ്യ മേഖലയിൽ വരുത്തി. എന്താണ്? ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ മാറ്റിവെക്കുന്ന പണം അത് വെട്ടിക്കുറച്ചുകൊണ്ട് നിങ്ങൾ 45%, 50% ആ തുക നിങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നിങ്ങൾ ആ തുക വെട്ടിക്കുറച്ചിട്ട് നിങ്ങൾക്ക് പനി വന്നാൽ, നിങ്ങൾക്ക് വയറുവേദന വന്നാൽ, നിങ്ങളുടെ നേതാവിന് ഏതെങ്കിലും വലിയ അസുഖം വന്നാൽ നിങ്ങൾ അമേരിക്കയിലേക്ക് പോകും. നിങ്ങൾ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ ആശുപത്രികളിലേക്ക് പോകും. എന്താ കേരളത്തിലെ മനുഷ്യർ? അവർ മനുഷ്യരല്ലേ? കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത
തിരുവനന്തപുരത്ത് ഒരു സൂചനാ സമരം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊന്നുമോളെ വീണ ജോർജ്, ഞങ്ങൾ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണക്ക് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഞങ്ങൾ ജീവൻ വെച്ചുകൊണ്ടാണ് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെങ്കിൽ, ഡൽഹിയിലെയും കേരളത്തിന്റെയും സുവർണ കോറിഡോറായിട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, പോലീസ് അധികാരികള് അവർക്ക് അവരുടെ ജോലി ചെയ്യണം. ചെയ്തില്ലെങ്കിലോ സെൻകുമാറിനെ പോലെ തൊപ്പിയും കുപ്പായവും കയ്യിലുണ്ടാകില്ല. ഇത് പിണറായി വിജയനാണ്, ഇത് അച്യുതാനന്ദനല്ല. പണ്ട് മൂന്നാറിലെ മലയോര മേഖലയിൽ ഭൂമി കയ്യേറ്റക്കാരെ താഴെ ഇറക്കാൻ വേണ്ടി അച്യുതാനന്ദൻ സഖാവ് തീരുമാനിച്ച് അവിടെ വലിയ പോലീസ് അധികാരികളെ കൊണ്ടുപോയപ്പോ പിണറായി വിജയൻ കണ്ണൂരിലിരുന്ന് ഒന്ന് മുഷ്ടി ചുരുട്ടിയപ്പോ അച്യുതാനന്ദൻ മാത്രമല്ല, ആ പോലീസ് അധികാരികൾ പൂച്ചയെ പിടിക്കാനാണ് പോയത്, എലിയെ പിടിക്കാനാണ് പോയത് എന്നൊക്കെ ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല, ഒന്നുമല്ലാതെ തിരിച്ചു പോന്നു. ഇവിടുത്തെ പോലീസിനല്ല ഞങ്ങളെതിര്. നല്ലവരായിട്ടുള്ള പോലീസ് അധികാരികൾ നിയമം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ നിയമത്തെ അംഗീകരിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ യോഗം നടക്കുമ്പോ പിണറായി വിജയന്റെ ഇടത് സൈഡില് കമലേടത്തിയും പിന്നെ തൊട്ടടുത്ത് വീണയും ഒക്കെ ഇരുന്നു കൊണ്ടുള്ള ഈ യോഗത്തിന് കാവൽ നിൽക്കുന്ന ചില നാണംകെട്ട പോലീസുകാരെ ഞങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഫോട്ടോഗ്രാഫിയെയും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നന്നായി നട്ടല് വളയ്ക്കാതെ നല്ല രീതിയിൽ തന്നെ നിൽക്കണം. കാരണം കേരളത്തിൽ ഞങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുമെന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിജ്ഞയാണ്. നിങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA ഗവൺമെന്റിന് സല്യൂട്ട് അടിക്കേണ്ടി വരും. ഇപ്പോ ചെറുപ്പക്കാരായിട്ടുള്ള പോലീസുകാരോടാണ് പറയുന്നത്, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ടും വാങ്ങിയിട്ട് കേരളത്തിലെ നമ്പർ 1 പാർട്ടികളിലൊന്നായി ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സമരം നടത്തും, ഞങ്ങൾ പ്രക്ഷോഭം നടത്തും. ഈ മെഡിക്കൽ കോളേജിൽ ഒരു സൂപ്രണ്ടുണ്ട്. ആ സൂപ്രണ്ടിനെ ബലിയാടാക്കാനാണ് വീണ ജോർജിന്റെയും വാസവൻ മന്ത്രിയുടെയും തീരുമാനമെങ്കിൽ ഞാൻ 2 മന്ത്രിമാരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്, അങ്ങനെ ഒരു സൂപ്രണ്ടിനെ, എല്ലാ രോഗികൾക്കും ഇഷ്ടമുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഭാരം ആ മനുഷ്യന്റെ തലയിൽ കെട്ടിവെക്കാനാണ് തീരുമാനമെങ്കിൽ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ഞങ്ങൾ BJP-ക്കാർ കൊടുക്കും. മനസ്സിലായോ? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പിന്നെ ഇതുവരെ 50,000 രൂപ ആ കുടുംബത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിനാണ്? ശവസംസ്കാര ചടങ്ങ് നടത്താൻ. നാണമുണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്? നിങ്ങൾ വോട്ട് പറഞ്ഞാൽ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമല്ലോ, നിങ്ങളൊരു വഞ്ചി പറഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യമുള്ളവര് അവർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർ മരിച്ചാൽ കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും താല്പര്യം. അവിടെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാമെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിന് അമ്മ മരിച്ചു, ആ കുഞ്ഞ് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയുടെ വക്കിൽ അനങ്ങാൻ പോലും സാധിക്കാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് കട്ടിലിൽ കിടക്കുകയാണ്. എന്താ കുടുംബത്തിന് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് കണ്ണൂരിലെ പിണറായിലെ പാറപ്പുറത്ത് നിങ്ങളുടെ കമലേടത്തേക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് കൊടുക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ കൊടുത്തിരിക്കണം. ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് ഞങ്ങളുടെ ഈ സമരം ഇവിടെ ഒരു സൂചനാ സമരമായിട്ട് ഞങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. മറ്റൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ടല്ലോ, പോലീസ് അധികാരികളോട് പറയാൻ, ഞങ്ങളുടെ പ്രവർത്തകന്മാര് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, എണീക്കാൻ പറഞ്ഞാൽ എണീക്കും, നല്ല പ്രതികരണ ശേഷിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ തോക്കാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരിങ്ങനെ ദണ്ഡ വീശി, ഞങ്ങൾ നല്ല ആരോഗ്യവും മെയ്വഴക്കവും ഒക്കെയുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകന്മാർ. പക്ഷേ അവർ ശാന്തരാണ്, അവർ സൗമ്യരാണ്. ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് കേരളത്തിൽ അധികാരം കിട്ടിയാൽ 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ഡോക്ടറും ആവശ്യത്തിന് നഴ്സും ആവശ്യത്തിന് മരുന്നും ഉണ്ടാകുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. മാറ്റമുണ്ടാകും. ആ കേരളത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനിടയിൽ ആ പാവപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി, ആ പാവപ്പെട്ട മകൾക്ക് വേണ്ടി, സ്വർഗീയമായിട്ടുള്ള അമ്മയ്ക്ക് വേണ്ടി, ജീവിച്ചിരിക്കുന്ന മകൾക്ക് വേണ്ടി, മകന് വേണ്ടി വേദനകൾ അനുഭവിച്ചുകൊണ്ട് എന്റെ സഹപ്രവർത്തകന്മാർ
തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചാൽ പിന്നെ കോട്ടയത്ത് 2 സമരം കൊണ്ട് കാര്യം തീരുമെന്ന് വാസവൻ മന്ത്രി വിചാരിക്കേണ്ട, വീണ ജോർജും വിചാരിക്കേണ്ട എന്ന് അറിയിക്കാൻ ഞങ്ങൾ ഈ സമരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ തിരുവനന്തപുരത്തെ ഡോക്ടർ എന്താ നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കുറ്റവിചാരണ നടത്തിയില്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? തിരുവനന്തപുരത്തെ ഇതുപോലെ നല്ലവനായ ഒരു മനുഷ്യൻ ആളും എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു മകനും കരഞ്ഞു. ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അമ്മ മരിക്കും, സർജറി നടത്താൻ ആവശ്യത്തിന് മരുന്നില്ല, ചികിത്സയ്ക്ക് ഉപകരണങ്ങളില്ല, ഒന്നുമില്ല അവിടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഈ ശോചനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് ഡോക്ടർ ഹാരിസ് തന്റെ വേദന കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പങ്കുവച്ചപ്പോ ആ ഹാരിസിനെതിരെ തിരിഞ്ഞ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ്, നിങ്ങൾ തന്നെ ഇതൊക്കെ പറയേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പഴയ ബ്രണ്ണൻ കോളേജിലെ കഥ പറഞ്ഞല്ലോ കേരളത്തിലെ ജനങ്ങളോട്. ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ ബ്രണ്ണൻ കോളേജിന്റെ കഥയും പറഞ്ഞ് ഹാരിസിനെ പീഡിപ്പിക്കാൻ, ഹാരിസ് കമ്മ്യൂണിസ്റ്റുകാരനാണ്, സഖാവാണ്, പക്ഷെ ഹാരിസിനൊരു ഹൃദയമുണ്ട്, ഹാരിസിനൊരു ഹൃദയമുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലെ ദുരിതം നിവാരണം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഓരോ ഡോക്ടർക്കും, ഒരു മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും കേരളത്തിൽ കരയേണ്ടി വരില്ല എന്ന് ഞങ്ങൾ നിങ്ങളെ അറിയിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റു കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ ഈ അവസരത്തിൽ കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സമരം 7-ാം തീയതി അതിശക്തമായിട്ടുള്ള ഒരു സമരം, ആ സമരത്തിന് നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.